നാടൻ കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 1/2 കിലോ കടല ഒരു 5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കണം. അത് കഴുകി വാരി ഒരു കുക്കറിലിട്ട് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 6-7 വിസിൽ വരുന്നത് വരേക്കും വേവിക്കാം. നന്നായി വേകണം. ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകിട്ടതിന് ശേഷം തേങ്ങാക്കൊത്ത്, അതായത് തേങ്ങ ചെറുതായി അരിഞ്ഞത് 1/4 കപ്പോളം ഇട്ട് നന്നായി വറുക്കാം. ഈ തേങ്ങയുടെ വറുത്ത മണമൊക്കെ കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കും. ഇത് വേണ്ട എന്നുള്ളവർക്ക് ആഡ് ചെയ്യണ്ട. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, അതുപോലെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. അതിനുശേഷം ഉള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ സവാള അരിഞ്ഞത് 1/4 കപ്പോളം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ചുവക്കെ വഴറ്റാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കറി പൗഡർ അല്ലെങ്കിൽ ചിക്കൻ മസാല ആണെങ്കിലും ചേർക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റണം. അല്പം വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റാം. രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. കടലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായി ഇളക്കിയിട്ട് അതിനുള്ളിൽ കുക്കർ തുറന്ന് കടല വെന്തോ എന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മസാല ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളമോ ഉപ്പോ ചേർത്ത് കുക്കർ ഒന്ന് ഗാസ്കറ്റ് ഇല്ലാതെ തന്നെ അടച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. നന്നായി ഒന്ന് തിളപ്പിച്ച് എടുക്കാം. മസാലയൊക്കെ കടലയിൽ പിടിക്കുന്നത് പോലെ ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ലൊരു കറിയാണ്. പൂരി ഭട്ടൂരയ്ക്കൊക്കെ പറ്റിയ ഒരു കറിയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് വിളമ്പി വെക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.